ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കേരള സിലബസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ രണ്ടാമത്തെ പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് 2 സാഹിത്യ രൂപങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് കവിത, ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. കവി കാ നാം ഹെ വിനോദ് കുമാർ ശുക്ല. ഇതിൻ്റെ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് നരേഷ് സക്സേന. വിനോദ് കുമാർ ശുക്ല की कविता पर नरेश सक्सेना की टिप्पणी. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. നിരാശനായ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. കവി കാ നാം ഹെ വിനോദ് കുമാർ ശുക്ല. നരേഷ് സക്സേനയാണ് ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. തോ ചലെ കവിത കാ ആലാപൻ കരെ. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कवि कहते हैं कि हताशा से एक व्यक्ति बैठ गया था, लेकिन उस व्यक्ति को कवि नहीं जानता था, लेकिन उसकी हताशा को जानता था. നിരാശനായ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. കവിക്ക് അയാളെ മുൻ പരിചയം ഇല്ലായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ നിരാശയോടുകൂടിയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം കവിക്ക് അറിയാമായിരുന്നു. ഇസ്ലിയെ മേ ഉസ് വ്യക്തിക്ക് പാസ് ഗയ മേനെ ഹാത്ത് ബഡായ. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി എൻ്റെ കൈകൾ നീട്ടി. മേരാ ഹാത്ത് പക്കഡ്കർ വഹ് ഖടാ ഹുവ. എൻ്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റു. മുझे വഹ് നഹി ജാൻതാ താ. അയാൾക്ക് എന്നെ പരിചയമില്ലായിരുന്നു. മേരെ ഹാത്ത് ബഡാനെ കോ ജാൻതാ താ. എന്നാൽ എൻ്റെ കൈ നീട്ടൽ അയാൾക്ക് അറിയാമായിരുന്നു. ഞാൻ അയാളെ സഹായിക്കാനാണ് കൈ നീട്ടിയതെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഹം ദോനോ സാത്ത് ചലേ. ഞങ്ങൾ രണ്ടുപേരും ഒപ്പം നടന്നു. ദോനോ എക് ദൂസരെ കോ നഹി ജാൻതേ ഥേ. രണ്ടുപേരും പരസ്പരം മുൻപരിചയം ഉള്ളവരായിരുന്നില്ല. സാത്ത് ചലനെ കോ ജാൻതേ ഥേ. എന്നാൽ ഒപ്പം നടക്കാൻ അറിയാമായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരാളെ സഹായിക്കുന്നതിന് ഒരു പരിചയവും വേണ്ട എന്ന സൂചനയാണ് ഈ കവിതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. टिप्पणी के पहले खंड में नरेश सक्सेना ने विनोद कुमार शुक्ल के बारे में ऐसा कहा है. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. അദ്ദേഹം തൻ്റെ തനിമയോടൊപ്പം, മൗലികത ഒറിജിനാലിറ്റി, തനിമയോടൊപ്പം തന്നെ ഭാഷ, സ്വാഭാവികമായ ഭാഷയിലും അദ്ദേഹം വിഖ്യാതനാണ്. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. തനിമ മാത്രമല്ല ഈ കവിതയിൽ കാവ്യശില്പം എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ ഭാവങ്ങളെയും വിചാരങ്ങളെയും വ്യക്തമാക്കാനുള്ള സ്വന്തം ശൈലി, മറ്റാരെയും അനുകരിക്കാത്ത സ്വന്തം ശൈലി, അതിൻ്റെ കവിയാണെന്ന് കൂടി തെളിയിച്ചിരിക്കുന്നു. കവിതയ്ക്ക് അർത്ഥ ഇത്തനെ സഹജ ഓർ സാഫ് ഹേ. കവിതയുടെ അർത്ഥം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു കവിതയാണ്. വലിയ ഒരു ആശയത്തെ 2 വരിയിലൂടെ, കേവലം 2 വരികളിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കവിതയ്ക്ക് അർത്ഥ ഇത്തനെ സഹജ ഓർ സാഫ് ഹേ. കവിതയുടെ അർത്ഥം സ്വാഭാവികവും വ്യക്തവുമാണ്. कि उन्हें व्याख्या की दरकार नहीं है. व्याख्या करने की आवश्यकता ही नहीं है. दरकार आवश्यकता, सरूरत, അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമേ ഇല്ല. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. ലളിതമായ വാക്കുകളിലൂടെയുള്ള വാചകങ്ങൾ സ്വയം ആശയം വെളിപ്പെടുത്തുന്നു. സാധാരണക്കാരന് പോലും വായിച്ചാൽ മനസ്സിലാകുന്നതാണ് ഈ കവിത. വ്യക്തി കോ മേ നഹി ജാൻതാ താ, ഹതാശ കോ ജാൻതാ താ. അതായത് കവി കവിതാമേ കഹത്തെ ഹേ ഉസ് വ്യക്തി കോ മേ നഹി ജാൻതാ താ. ആ വ്യക്തിയെ എനിക്കറിയാൻ പാടില്ലായിരുന്നു. ലേക്കിൻ ഉസ്കി ഹതാശ കോ ജാൻതാ താ. എന്നാൽ അയാൾ നിരാശനാണെന്ന കാര്യം കവിക്ക് അറിയാമായിരുന്നു. कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മളുടെ ഒരാളെ തിരിച്ചറിയാനുള്ള നമ്മുടെ പരമ്പരാഗതമായ ഒരു രീതിയുണ്ട്. നമുക്കൊരാളെ പരിചയമുണ്ടെന്ന് നമ്മൾ പറയുന്നത് അയാളുടെ പേരറിയാം, അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്നറിയാം, അയാളുടെ ജാതി അറിയാം,
പദവി അറിയാം. ഇതൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ഒരാളെ നമുക്ക് അയാളെ പരിചയമുണ്ടോ എന്ന് പറയും. അത് പരമ്പരാഗതമായ രീതിയാണ്. ഇതിനെ തന്നെ അദ്ദേഹം മാറ്റി പറയുകയാണ്. ജോ വ്യക്തി കെ നാം പതേ ഉമ്ര ഓഹദെ യാ ജാതി സെ ജാനെ കോ ജോഡ്തി ഹെ. പഴയ കാലത്ത് നമുക്കൊരാളെ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കേവലം അറിഞ്ഞിരുന്നാൽ മതി. അയാളുടെ പേര്, ജാതി, അയാളുടെ വിലാസം, അതുപോലെ പദവി, ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. കവി പറയുകയാണ്, ഒരു വ്യക്തിയുടെ നിരാശ, അയാളുടെ വിഷമങ്ങൾ, നിരാശ, അയാളുടെ കഷ്ടപ്പാടുകൾ, ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ അറിയില്ല. അതാണ് കവിയുടെ അഭിപ്രായം. ഒരാളെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ അയാളുടെ പേരോ അല്ലെങ്കിൽ പദവിയോ അയാളുടെ വിലാസമോ ജാതിയോ ഒന്നും അറിയണമെന്നില്ല. ആ വ്യക്തിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, അയാൾക്ക് ദുഃഖമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? വഴിയിൽ അപകടത്തിൽപ്പെട്ട് മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ ഓടിച്ചെന്ന് സഹായിക്കാറുണ്ട് അല്ലേ? മുൻപരിചയമുണ്ടായിട്ടാണോ അത്? അല്ലെങ്കിലോ നമുക്ക് അയാളെ പരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുഖം തിരിച്ചു പോകുമോ? ഇല്ലല്ലോ. വാസ്തവ में हम जानते हैं कि वह व्यक्ति मुसीबत में है. അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്കറിയാം അയാൾക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ് എന്ന്. और उसे हमारी मदद की ज़रूरत है. നമ്മുടെ സഹായം അയാൾക്ക് ആവശ്യമാണെന്ന് നമുക്ക് അറിയാം. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിതയിൽ മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാനുള്ള ഓർമ്മയാണ് കവി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. कविता लगातार नहीं जानते और जानते की बयान करती जाती है. ഈ കവിതയിൽ പലവട്ടം നഹി ജാൻതേ എന്ന് വെച്ചാൽ അറിയില്ല, ജാന്ന എന്ന് വെച്ചാൽ അറിയുക, ഈ വാക്കുകളുടെ ആവർത്തനം നോക്കൂ ഈ കവിതയിൽ. ശില്പകി ഇസ് ഭാരി കാരിഗരി കോ ദേഖേ. അതായത് ശില്പഭംഗിയുടെ ഈ അവതരണത്തെ, സൂക്ഷ്മമായ അവതരണത്തെ കാണാം. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. അയാൾക്ക് എന്നെ പരിചയമില്ലായിരുന്നു, അറിയില്ലായിരുന്നു. പക്ഷേ സഹായിക്കാനായിട്ട് ഞാൻ കൈ നീട്ടിയപ്പോൾ അയാൾ വേഗം എൻ്റെ നേർക്ക് അയാളും കൈ നീട്ടി. സാത്ത് സാത്ത് ചലനെ ജാൻതേ थे. ഒപ്പം നടക്കുമ്പോൾ ഒരു പരിചയമില്ലെങ്കിലും എൻ്റെ ഒപ്പം നടക്കാൻ അയാൾ ശ്രമിച്ചു. ये नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. ഒരു നാടൻ പാട്ടിലെ വരികളെപ്പോലെ ആവർത്തിച്ച് വരികയാണ് नहीं जानना और जानना ഈ രണ്ട് വാക്കുകൾ. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है യാദ് നഹി ആ രഹാ ഹെ. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ, അതായത് ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള ഏതെങ്കിലും കവിതയിൽ ഇത്രയും താളവും കാവ്യഭംഗിയും ഏതെങ്കിലും ഒരു കവിതയിൽ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. ജൈസെ കിസി ഗസൽ മേ ആഖിരി ഷേർ കി ആഖിരി ശബ്ദ് ശ്രോതാവോं की जुबान पर आपसे आप आ जाते हैं. ഏതെങ്കിലും ഒരു ഗസലിൽ ആഖിരി ഷേർ കി ആഖിരി ശബ്ദ്, അവസാന വരികളിലെ അവസാന വാക്ക് ശ്രോതാക്കളുടെ നാവിൽ, നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പലതവണ ആവർത്തിച്ചു വരുന്ന വാക്ക് നമ്മളറിയാതെ നമ്മുടെ നാവിൽ വന്നു പോകും. വൈസെ ഹി ഇസ് കവിതയ്ക്ക് അന്തിം ശബ്ദ്. അതുപോലെ തന്നെ ഈ കവിതയിലെ അവസാനത്തെ വാക്ക് യാനി സാത്ത് സാത്ത് ചലന, ഒപ്പം നടക്കുക. കെ ബാദ് യദി കവിതാ പാഠ് റോക്ക് ദിയാ ജായേ തോ. അവിടെ വെച്ച് കവിത നിർത്തുകയാണെങ്കിൽ പോലും തോ സുന്നേ വാലെ ഖുദ് വാക്യ പൂരാ കർ ദേംഗെ, കേൾക്കുന്നവർ തന്നെ അറിയാതെ
പാടിപ്പോകും. സാത്ത് സാത്ത് ചൽന എന്ന് കവി നിർത്തിയാൽ ജാൻതേ ഥേ എന്ന് ശ്രോതാക്കൾ പാടി പോകും എന്നാണ് ഇവിടെ പറയുന്നത്. പൂരാ കർ ദേംഗെ ഔർ കഹേംഗെ ജാൻതേ ഥേ. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. പരമ്പരാഗതമായ ആ അർത്ഥത്തെ, ജാന്ന എന്ന് പറയുന്ന ആ പരമ്പരാഗതമായ അർത്ഥത്തെ മൊത്തത്തിൽ മാറ്റുകയാണ് ഈ കവിതയിലൂടെ. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. അതായത് പറയാനുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് തന്നെ ഈ 2 വരികളിലൂടെ കവി പറഞ്ഞു തീർക്കുകയാണ്. शेष पंक्तियाँ उसी कहे गए को और सघन और गहरा करती है. പിന്നീട് പറയുന്ന വരികൾ ആ നേരത്തെ പറഞ്ഞ ആ 2 വരികളിൽ സൂചിപ്പിച്ച ആ കാര്യത്തെ ഒന്നും കൂടി ആഴത്തിൽ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. ഈ കവിതയുടെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ 2 മനുഷ്യർ തമ്മിൽ മനുഷ്യത്വം വേണം, മാനവീയ വികാരങ്ങൾ വേണം. ജാൻകാരിയാം ജരൂരി നഹി ഹേ, അവർ തമ്മിൽ കൂടുതൽ പരിചയമൊന്നും വേണ്ട, മനുഷ്യത്വം വേണം, മാനവീയ വികാരങ്ങളും വേണം. किंतु यह संदेश कविता में उपदेश की तरह नहीं आता है. എന്നാലോ ഈ സന്ദേശം, മനുഷ്യത്വം വേണം, മാനവീയ വികാരം വേണം എന്നൊക്കെ പറയുന്ന ഈ സന്ദേശം ഒരു ഉപദേശ രൂപത്തിലല്ല കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കവിതയിലൂടെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ ജാനന എന്ന് വെച്ചാൽ അറിയുക. ഒരു വ്യക്തിയെ എങ്ങനെയാണ് നമ്മൾ അറിയുക എന്ന് പറയുന്നത്? एक व्यक्ति को जानने के लिए उसका नाम, पता, उम्र, ओहदे, जाति आदि जानने की आवश्यकता नहीं है. उसकी निराशा, हताशा और संकट को जानना जरूरी है. അയാളുടെ കഷ്ടപ്പാടിനെയോ നിരാശയെയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അയാളുടെ പേരോ വയസ്സോ ജാതിയോ പദവിയോ വിലാസമോ ഒന്നും അറിയേണ്ട കാര്യമില്ല. അപകടത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് മനുഷ്യത്വം ഉണ്ടായാൽ മതി. രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ കോ മനുഷ്യ की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കവിതയിലൂടെ അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ കവിത നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. 2 മനുഷ്യർ തമ്മിൽ മനുഷ്യത്വമാണ് വേണ്ടത്, അല്ലെങ്കിൽ മാനവീയ വികാരങ്ങളാണ് വേണ്ടത്. ജാൻകാരിയാം സരൂരി നഹി ഹേ, അവിടെ കൂടുതൽ അറിവുകൾ വേണ്ട. ഇതാണ് ഈ കവിതയുടെ പ്രധാനപ്പെട്ട സന്ദേശം. പാഠഭാഗം ഇങ്ങനെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം.